ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളെ സംഭവം എന്ന് വെച്ചാല് ഒരു പെൻ പാൽ ചെയ്യാൻ പോവാണ് കേട്ടോ. പെൻ പാൽ എന്ന് പറഞ്ഞാല് വീഡിയോസ് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മള് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾക്ക് കത്ത് എഴുതുന്ന സംഭവം. കത്ത് എഴുതുക, അതുപോലെ അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ സംഭവം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എഴുതാൻ പോണത് ആർട്ടിസ്റ്റാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. ചിലർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അവര് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സംഭവം നൈസാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ആട്ടോ ഇത്. ജസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതുക, അതുപോലെ അവരോടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി പോലെ നമ്മൾ എഴുതുന്ന ഒരു ലെറ്റർ, അത്രേ ഉള്ളൂ. ഒരു ഫോർമൽ ലെറ്റർ ഒന്നല്ല കേട്ടോ, സാധാ നോർമൽ ആയിട്ടുള്ള ഒരു ലെറ്റർ. നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ ഇന്നതാണ്, ഇന്നൊക്കെയാണ്, എവിടെയൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതുപോലെ അവരോടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇതൊക്കെയാണ് സംഭവം. പിന്നെ അതിൽ കൂടെ കുറച്ച് ഹുഡീസും കാര്യങ്ങളൊക്കെ വെക്കുക. നമ്മൾ ഉണ്ടാക്കിയതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ലെറ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അവരോട് കുറച്ച് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് ക്യൂട്ടാക്കി കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഞാൻ അതിന്റെ കൂടെ വെക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു എന്താ പറയാ, ചെറിയൊരു നോട്ട് പാഡ്, റിങ് ഇട്ടിട്ടുള്ള ഒരു നോട്ട് പാഡ്, അത്രേ ഉള്ളൂ. അത് പിന്നെ കുറച്ച് ഹുഡീസും കാര്യങ്ങളും കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ ഈ സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടി ക്യൂട്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഈ സ്മൈലിയുടെയും ഒക്കെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒക്കെ ചെയ്യണം കേട്ടോ. എന്ന് ഞാൻ പറയേണ്ട ആവശ്യമല്ല, പക്ഷെ നിങ്ങളെ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നില്ല. അതാണ് എനിക്ക് സങ്കടം വരുന്നത്. ചെയ്തേക്ക്, ഇതിന് ഇപ്പൊ അത്ര വലിയ പണിയില്ലല്ലോ. നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതേപോലെ ഒന്ന് കമന്റ് ചെയ്യാനൊക്കെ. നിങ്ങളിപ്പോ ഇത് കാണേണ്ടതുണ്ട്, എനിക്കും കൂടി അറിയണല്ലോ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തോളി. ഒരു പ്രശ്നമില്ല. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കിത് വായിക്കാലോ, രസല്ലേ? അപ്പോ ലെറ്റർ സെറ്റായി. ഇനി നമുക്ക് നമ്മളെ ഗുഡീസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു വിന്റേജ് തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ആയി വന്നപ്പോ ഒരു എന്തൊക്കെയൊക്കെയോ ഒരു തീമായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വാഷി ടൈപ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ഗ്ലിറ്റർ ടൈപ്പുള്ള വാഷി ടൈപ്സ് ആണ്. അപ്പൊ ഇത് എനിക്ക് ഞാൻ മേടിച്ചതല്ല, കാരണം ഞാൻ ഇത്രയധികം ഒന്നും ഞാൻ മേടിക്കാറില്ല. സോ ഇത് ഒരുപാടുണ്ടല്ലോ. ഇതെനിക്ക് എന്താ പറയാ, ഗിഫ്റ്റ് വന്നതാണ്. കാക്കു കൊടുത്തയച്ചതായിരുന്നു എൻ്റെ ബ്രദർ. അപ്പോ അവൻ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചതായിരുന്നു. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ രീതിയിലുള്ള സംഭവങ്ങൾ മേടിച്ച് കൊടുത്തയച്ചാൽ ഇത്രയധികം ഒന്നും അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ ഗിൽറ്ററിന്റെ വാഷ് ടൈപ്സ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അതിനോട് അത്ര താല്പര്യം ഇല്ല. നന്നായിട്ടൊന്നും ആയിരിക്കാം, എന്തോ സംഭവം രസമൊക്കെ ഉണ്ട് കാണാൻ കേട്ടോ, നല്ല ഇതുണ്ട്. അപ്പോൾ വാഷി ടൈപ്സ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്. കാരണം അത് വെച്ചപ്പോൾ അതിങ്ങനെ പൊങ്ങി നിന്നിട്ട് ഭയങ്കര ബോറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് എന്താ പറയാ, ഹുഡീസിനൊക്കെ എഴുതിയിട്ട് ഒരു ലാബൽ പോലെ ഒട്ടിച്ചിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വിതറിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്പേസ് പോലും ഞാൻ വിടാതെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ കുറെ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ച് വെക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒട്ടിക്കണതാണ് കേട്ടോ. കാരണം ഇനി ഇതൊക്കെ പെട്ടെന്ന് തീരും, എന്നിട്ട് പിന്നെ അടുത്ത് മേടിക്കാൻ നിൽക്കും. അപ്പൊ ഇനി എന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് എനിക്ക് കേൾക്കാൻ നിൽക്കും, ഇതൊക്കെ ഇങ്ങനെ മേടിച്ചാൽ നടക്കുക, പിന്നെ ഇങ്ങനെ ഒട്ടിക്കാൻ നടക്കുക, പിന്നെ മേടിക്കാൻ ഒട്ടിക്കാൻ തന്നെ പരിപാടി. ലാസ്റ്റ് ഇവിടുന്ന് പുറത്താക്കുന്നവരെ ഉണ്ടാവും എന്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് സെറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോ പിന്നെ ഇത് മൊത്തത്തിലൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുറെ ബോക്സും അതും ഇതൊക്കെ നോക്കി, പക്ഷെ അതൊന്നും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു ഒരു കവറിന്റെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ മറ്റേ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടാണ്ട് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ വാഷി ടൈപ്സ് എന്തായാലും റെഡി ആവുന്നില്ല. കുറെ പടിവിട്ട് അങ്ങനെ ഒരു വേറെ ഷേപ്പൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കി കൊടുത്തു. അവസാനം അത് അവിടെ ഇരുന്നു, സെറ്റായി. പിന്നെ അത് എന്താ പറയാ, ഒട്ടിച്ചു കൊടുക്കാൻ നന്നായിട്ട് തന്നെ സെക്യൂർഡ് ആക്കി. കാരണം ഇത് പേപ്പറിന്റെ ഒരു സംഭവമാണല്ലോ, അപ്പോ കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ സെല്ലോ ടൈപ്പോട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇതാണ് ലെറ്റർ. ഞാനിത് കത്തയക്കാൻ പോവാണ്. സോ നമ്മുടെ പോസ്റ്റ് ഓഫീസ് പോകുന്നുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ പോസ്റ്റ് ഓഫീസ്. അതുകൊണ്ട് വലിയ ദൂരമൊന്നുമില്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പറയേണ്ട ആവശ്യമില്ല, ചെയ്യുമെന്നറിയാം, എന്നാലും വെറുതെ